Hi, my dear ones. Welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. നമ്മൾ സെക്ഷൻ 57D കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം അത് പഠിച്ചു കഴിഞ്ഞിരുന്നു. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വിത്തിൻ ഹൗ മെനി മന്ത്സ് ഷുഡ് സൊസൈറ്റീസ് കോൺട്രിബ്യൂട്ട് ടു ദ കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം? ആൻസർ: within 3 months from the commencement of the Kerala Cooperative Societies Amendment Act 2013. കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമിലേക്ക് സൊസൈറ്റികൾ ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഇത്ര മാസത്തിനുള്ളിൽ എന്നുള്ളതിനൊരു ആധാരമുണ്ട്. അതെന്താണെന്നാണ്. അത് 2013 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റിൽ അമെൻമെൻറ്റ് വന്നിരുന്നു. ആ അമെൻമെൻറ്റ് വന്ന് 3 മാസത്തിനുള്ളിൽ ഈ സ്കീമിൽ ഫണ്ട് കോൺട്രിബ്യൂഷൻ തുടങ്ങുകയും ഈ സ്കീമിലേക്ക് അംഗത്വം എടുക്കുകയും ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ അന്നത്തെ അമെൻമെൻറ്റിലാണ് ഇങ്ങനെയൊരു സ്കീം വന്നേക്കുന്നത്, കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ഇഫ് എ സൊസൈറ്റി ഫെയിൽസ് ടു കോൺട്രിബ്യൂട്ട് ടു ദ സ്കീം വിതിൻ 3 months? ആൻസർ: the society will lose the right to issue loans to members and the general public. ഇനി 3 മാസത്തിനുള്ളിൽ ഈ കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമിലേക്ക് ഫണ്ട് കോൺട്രിബ്യൂഷൻ വന്നില്ല എങ്കിൽ, സൊസൈറ്റികൾ ഫണ്ട് കൊടുത്തു തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ്. എന്താണ് അവർക്കെതിരെ എടുക്കുന്ന നടപടി? അവർക്ക് ലോൺ കൊടുക്കാനുള്ള റൈറ്റിനെ ലോസ് ആവും. അത് പിന്നെ ലോൺ കൊടുക്കാൻ പാടില്ല. അത് മെമ്പേഴ്സിനാവട്ടെ ജനറൽ പബ്ലിക്കിനാവട്ടെ പിന്നീട് ലോൺ കൊടുക്കാനുള്ള പെർമിഷൻ ഇല്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് കോമ്പിറ്റൻറ്റ് ടു ഇഷ്യൂ എ പ്രൊഹിബിഷൻ ഓർഡർ റീസ്ട്രെയിനിങ് ദ സൊസൈറ്റി ഫ്രം ഗിവിംഗ് ലോൺസ്? ആൻസർ: ദ രജിസ്ട്രാർ. എന്താണ് ഇങ്ങനെ ലോൺ കൊടുക്കാൻ പെർമിഷൻ പ്രൊഹിബിറ്റ് ചെയ്യുന്നത്? ലോൺ കൊടുക്കാൻ പാടില്ല എന്നുള്ള ആ പ്രൊഹിബിഷൻ ഓർഡർ കൊടുക്കുന്നത് ആരാണ്? അത് രജിസ്ട്രാർ പുറപ്പെടുവിക്കുന്ന ഓർഡറാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, ബിഫോർ ഇഷ്യൂയിങ് എ പ്രൊഹിബിഷൻ ഓർഡർ വാട്ട് മസ്റ്റ് ദ രജിസ്ട്രാർ ഡു? ആൻസർ: ഗിവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി ടു സ്റ്റേറ്റ് ഹിസ് ഒബ്ജെക്ഷൻ. ഇങ്ങനെ ലോൺ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഓർഡർ കൊടുക്കുന്നതിന് മുൻപ് രജിസ്ട്രാർ ഒരു കാര്യം ഉറപ്പാക്കേണ്ടതുണ്ട്. എന്താണതെന്നാണ്. അതെന്താണ്? സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഒരു ചാൻസ് കൊടുക്കും. എന്ത് കാരണത്താലാണ് ഈ കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമിലേക്ക് ഫണ്ട് കോൺട്രിബ്യൂഷൻ നടത്താത്തത് എന്നുള്ളതിനുള്ള കാരണം ബോധിപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അത് കൊടുത്തിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the penalty for violating a prohibition order? Answer: a fine of ₹5,000. ലോൺ കൊടുക്കാൻ പാടില്ല എന്നുള്ള ആ പ്രൊഹിബിഷൻ ഓർഡർ വയലേറ്റ് ചെയ്യുകയാണ്, അത് നടപ്പാക്കാതെ ലോൺ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ പെനാൽറ്റി എത്രയായിട്ട് വരുമെന്നുള്ളതാണ്. അത് 5,000 രൂപയാണ് അവർക്ക് പിഴയടിക്കേണ്ടി വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, within how many weeks should the penalty be paid after receiving the demand notice? Answer: within 2 weeks. ഇങ്ങനെ ഈ 5,000 rupees പെനാൽറ്റി അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ അടയ്ക്കാനുള്ള ഈ പെനാൽറ്റി അടയ്ക്കാനുള്ള കാലാവധി എത്രയാണ്? അത് 2 ആഴ്ചയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ പെനാൽറ്റിയായ 5,000 രൂപ സൊസൈറ്റി അടച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if the society fails to pay the penalty, what can the registrar do? Answer: direct to the financing bank to recover the amount from the society's account or recover the amount under the Kerala Revenue Recovery Act 1968. ഈ പെനാൽറ്റി അടയ്ക്കാൻ സൊസൈറ്റി കൂട്ടാക്കുന്നില്ലാത്ത അവസ്ഥയിൽ രജിസ്ട്രാർ എന്താണ് അടുത്ത നടപടി എടുക്കുന്നത് എന്നാണ്. അത് ആദ്യം ഫിനാൻസിങ് ബാങ്കിനോട് പറയും. അവരുടെ ഫിനാൻസിങ് ബാങ്കിൽ ഈ സൊസൈറ്റിക്ക് അക്കൗണ്ട് ഉണ്ടാവും, അതിൽ നിന്നും റിക്കവർ ചെയ്യാൻ പറയും. അല്ല എങ്കിൽ
1968 കേരള റവന്യൂ റിക്കവറി ആക്ട് പ്രകാരം റിക്കവറി ചെയ്യാനുള്ള നടപടിയും എടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ വിച്ച് ആക്ട് ക്യാൻ ദ രജിസ്ട്രാർ റിക്കവർ ദ പെനാൽറ്റി എമൗണ്ട്? ആൻസർ, കേരള റവന്യൂ റിക്കവറി ആക്ട് 1968. ഏത് ആക്ടിൻ്റെ പിൻബലത്തോടു കൂടിയാണ് രജിസ്ട്രാർ ഈ പെനാൽറ്റി എമൗണ്ടിനെ റിക്കവർ ചെയ്യുന്നത് എന്നാണ്. അത് കേരള റവന്യൂ റിക്കവറി ആക്ട് 1968, 15/1968. 1968 15ാമത്തെ ആക്റ്റായ കേരള റവന്യൂ റിക്കവറി ആക്ട് പ്രകാരം റിക്കവർ ചെയ്യും പെനാൽറ്റി എമൗണ്ട് അടച്ചില്ല എങ്കിൽ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 57E കോഓപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. 2024 അമെൻമെൻറ്റിൽ വന്നേക്കുന്ന ഒരു പുതിയ സ്കീമാണിത്. എന്താണെന്ന് നോക്കാം. സെക്ഷൻ 57E സബ്സെക്ഷൻ 1. ദ ഗവൺമെൻറ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഗസറ്റ് ഫ്രെയിം എ സ്കീം ടു ബി കോൾഡ് ദ കോഓപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം for establishing a fund for the purpose of reviving societies which are weaker or remain in dormant position due to the certain extraordinary situation by providing financial assistance subject to such terms and conditions to be specified in the scheme and shall be administered in such manner as may be prescribed. സെക്ഷൻ 57E എന്താണ്? സഹകരണ പുനരുദ്ധാരണ ഫണ്ട് സ്കീമാണ്. അതിനകത്ത് സബ്സെക്ഷൻ 1 പറയുന്നു, സർക്കാർ ഗസറ്റിൽ വിജ്ഞാപനമിറക്കി കൊണ്ടുവന്നേക്കുന്ന ഒരു സ്കീമാണ് ഈ കോഓപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം അഥവാ സഹകരണ പുനരുദ്ധാരണ ഫണ്ട് സ്കീം. ഈ പദ്ധതിയിലൂടെ ഈ അത്യാധുനിക സാഹചര്യങ്ങൾ കാരണം ദുർബലമായതോ നിഷ്ക്രിയമായതോ ആയിട്ടുള്ള സഹകരണ സംഘങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ധനസഹായം നൽകുന്ന ഒരു സ്കീമാണിത്. അതായത് വീക്കായി കിടക്കുന്ന സൊസൈറ്റികളെ നല്ല ആക്റ്റീവാക്കി കൊണ്ടുവരുന്ന ഒരു സ്കീം. അങ്ങനെ വന്നിരിക്കുന്ന സ്കീമാണ് കോഓപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. ഇതിൻ്റെ ധനസഹായങ്ങളൊക്കെ ഈ പദ്ധതിയിൽ ഈ സ്കീമിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ നിബന്ധനകളൊക്കെ വെച്ചിട്ടായിരിക്കും കൊടുക്കുക. അതുപോലെ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നിയമപ്രകാരം മാത്രമായിരിക്കും. ആ സ്കീമിൽ അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കും. അതുപോലെ നിയമപ്രകാരം മാത്രമായിരിക്കും. നെക്സ്റ്റ് സെക്ഷൻ 57E സബ്സെക്ഷൻ 2. There shall be earmarked to the fund A an amount which is not more than 50% of the reserve fund referred to in clause A of section 56. സബ്സെക്ഷൻ 2 പറയുന്നത് ഈ സ്കീമിലേക്കുള്ള ഫണ്ട് കോൺട്രിബ്യൂഷൻ അതെങ്ങനെയാണ് എന്നുള്ളതാണ്. അത് ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 56A പ്രകാരം നിലവിലുള്ള റിസർവ് ഫണ്ടിൽ നിന്ന് 50% കൂടുതലല്ലാത്ത തുക ഫണ്ടിലേക്ക് മാറ്റിവെക്കേണ്ടതുണ്ട്. ഇനി ബി, നോട്ട് മോർ ദാൻ 50% ഓഫ് ദ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് സെറ്റ് അപ്പാർട്ട് ബൈ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഫ്രം ദെയർ നെറ്റ് പ്രോഫിറ്റ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. സി, സച്ച് ഫണ്ട് ദാറ്റ് മേ ബി ഗ്രാൻറ്റഡ് ബൈ ഗവൺമെൻറ് ഫ്രം ടൈം ടു ടൈം. ആൻഡ് D, any other amount which under the provisions of the scheme may be credited to the fund. സെക്കൻഡ് പോയിൻ്റ് ആണ്, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ആയിട്ട് മാറ്റിവെച്ചിട്ടുണ്ടാകും. അതിൻ്റെ 50% കൂടാത്ത ഒരു എമൗണ്ട് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതാണ് രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ ഗവൺമെൻറ് സമയോചിതമായിട്ട് അനുവദിക്കുന്ന ചില ഫണ്ടുകളുണ്ട്, അത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പദ്ധതിയുടെ വ്യവസ്ഥകൾ പ്രകാരം ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാവുന്ന മറ്റ് ചില തുകകളുണ്ട്, അവയും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ബുള്ളറ്റ് പോയിൻറ്റ്സും കൂടെ കേട്ട് കഴിയുമ്പോൾ അത് ക്ലിയർ ആകും. സെക്ഷൻ 57E കോഓപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം.
സെക്ഷൻ 57E സബ്സെക്ഷൻ 1 സ്കീം എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. ഗവൺമെൻറ് may notify a scheme called Cooperative Revival Fund Scheme. Purpose: to revive weak or dormant societies. Financial assistance will be provided under specified terms. Scheme will be administered as prescribed. Section 57E subsection 2 fund sources ആണ്. Fund will be include up to 50% of reserve fund, section 56A, up to 50% of agricultural credit stabilization from net profits. Next, grants from government, then other amounts as per scheme provisions. ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യന് ദ വിറ്റമിൻ that helps for clotting of blood. Answer: vitamin K. Next, meaning of melancholy. Answer: gloomy. Next question: if Bombay is coded as FSQFEC, which word could be coded as QCWSVI? Answer: Mysore. എങ്ങനെയാണ് കിട്ടിയേക്കുന്നത്? ഇപ്പോൾ ഇവിടെ ബോംബെ എന്നുള്ളത് ബോംബെയുടെ ഫസ്റ്റ് ലെറ്റർ ബി കഴിഞ്ഞിട്ട് 3 ലെറ്റേഴ്സ് കഴിയുമ്പോഴാണ് ഇ വന്നിരിക്കുന്നത്. BCDEF. അതുപോലെ ഓരോന്നിൻ്റെ ബോംബെയുടെ ഓ കഴിഞ്ഞ് 3 ലെറ്റേഴ്സ് കഴിയുമ്പോൾ എസ്, അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ കോഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏതാണ് പ്ലേസ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റിവേഴ്സ് നോക്കണം. ഇവിടെ നമുക്ക് ക്യൂ തന്നിരിക്കുന്നു. ക്യൂവിൻ്റെ ബാക്കിലോട്ട് പോകുമ്പോൾ PAON, അതിൻ്റെ ബാക്കിലാണ് എം വന്നിരിക്കുന്നത്. അതുപോലെ സിയുടെ ബാക്കിലോട്ട് വരുന്നത് BAZY ആണ് വരിക. അതുപോലെ WVUTS. നെക്സ്റ്റ് എസിൻ്റെ ബാക്കിലോട്ട് വരുമ്പോൾ RQPO ആണ് വരിക. നെക്സ്റ്റ് വിയുടെ ബാക്കിലോട്ട് വരുമ്പോൾ UTS ആറാണ് വരിക. നെക്സ്റ്റ് ഐയുടെ ബാക്കിലോട്ട് വരുമ്പോൾ HGFE വരും. Now your turn to answer. Question number 1. First district in India having no landless people. Next question, meaning of avert. Next question, in a row of 30 boys, R is 4th from the right and W is 10th from the left, and how many boys are there between R and W? Leave your answer in the comment box and stay tuned for the next episode. Thank you.